ഹലോ. അപ്പോൾ ഇന്ന് നമ്മളുടെ അടുത്ത് വന്നിരുന്ന കേസ് എൽബോ സെല്ലിംഗ് ആയിട്ട് ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ഓർത്തോയിൽ ക്ലിനിക്കൽ സയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ്റേ ആണ്. അങ്ങനെ എക്സ്റേ ചെയ്തു. എക്സ്റേയിൽ പക്ഷേങ്കിൽ കാണുന്ന ഫ്രാക്ചറും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേങ്കിൽ കുട്ടിക്ക് സ്വെല്ലിംഗ് ഉണ്ട്. മൂവ് ചെയ്യുമ്പോൾ എൽബോ ജോയിന്റിൽ പെയിൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഫ്രാക്ചറോ അല്ലെങ്കിൽ ടെൻഡൻ ഇഞ്ചുറി ആണ് മെയിൻലി ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മൾ ഇടേണ്ടത് സ്ലാബ് ആണ്. നമുക്ക് മൊത്തത്തിൽ ഇതിലും പ്ലാസ്റ്റർ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഗൂഗിൾ യുഗത്തിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ തന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്വയം ഡോക്ടർ ആവും, എക്സ്റേ ചെയ്യും. എക്സ്റേയിലൊന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കി വിടും. പക്ഷേ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ക്ലിനിക്കൽ സൈനും കൂടെ നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുക. ഈ ഒരു കാര്യം നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടോ, മൂവ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെ. ഈ ഒരു കുട്ടിക്ക് നമ്മൾ ഇടുന്നത് എബോവ് എൽബോ സ്ലാബ് ആണ്. അപ്പോൾ സ്ലാബ് എങ്ങനെ ഇടുക എന്നുള്ളതാണ് വീഡിയോയിലുള്ളത്. ആദ്യം നമ്മൾ കോട്ടൺ കൊണ്ട് റൗണ്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ POP ലെങ്തി ആയിട്ടാണ് ഒരു സപ്പോർട്ട് പോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് കോട്ടൺ റോൾ വെച്ചിട്ട് നമ്മൾ റൗണ്ട് ചെയ്യുന്നു. പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ POP റൗണ്ട് ചെയ്യാണ് ചെയ്യുക. നിങ്ങൾ ബാക്കി വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുട്ടീനോട് ബാക്കി ഡിസ്കംഫർട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇനി വിത്തിൻ 3 to 5 വീക്കിൽ കുട്ടി ഓക്കെ ആവും. അത് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത കേസ് കാണാം.